അല്ല, ഈ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതും 1 മാസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും പിണറായി വിജയനല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹം ഞങ്ങൾ ഈ ആരോപിച്ച ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് പുറത്തുവിടില്ല. അത് പുറത്തുവിടാത്തതിന്റെ ഗുണഭോക്താവും ഇടതുപക്ഷം തന്നെയാണ്. ഞങ്ങൾ ആരുമല്ല അന്വേഷണത്തിന് ഉത്തരവിട്ടതും അന്വേഷണം നടത്തിച്ചതും ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതും ഞങ്ങളല്ല. അതും ഈ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അല്ല, ഇതിൽ പോലീസിന് കൃത്യമായിട്ട് ഈ പൂരം അട്ടിമറിച്ചതിൽ പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, പൂരത്തിന്റെ ചാർജുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആക്ഷേപം. അതില് ADGPക്ക് പങ്കുണ്ട്, അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾക്കാണ് ആരൊക്കെ എന്തൊക്കെ റോളാണ് പൂരം അട്ടിമറിക്കാൻ നിറവേറ്റിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ കാഴ്ചക്കാർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ റോള് നിറവേറ്റി എന്നുള്ളത് അത് പറയേണ്ടതും ഇടതുപക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് പുറത്തുവിടട്ടെ. അല്ല, ഞങ്ങൾ ഇതിനെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കാര്യം ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വാസത്തോടുകൂടി സമീപിക്കുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുതലെടുപ്പിന് ഉപയോഗിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംസ്കാരമല്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രചരണമാണ്. അത് തൃശ്ശൂരിലെ ജനങ്ങൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത് ഞങ്ങൾ അടിവരയിട്ട് ആ തൃശ്ശൂർ പൂരത്തിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള തീരുമാനം അതൊക്കെ ജനങ്ങൾ വളരെ മുന്നെടുത്തിട്ടുള്ളതാണ്. അതല്ലാതെ തൃശ്ശൂർ പൂരത്തിന് ശേഷം തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമൊന്നുമല്ല. സുരേഷ് ഗോപിക്ക് പോയി തൃശ്ശൂർ പ്രദേശത്ത് മാത്രമൊന്നുമല്ല, അങ്ങ് അകലെ കിടക്കുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വരെ ലീഡ് ചെയ്തിട്ടുള്ള സുരേഷ് ഗോപിയാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഒരേപോലെ ലീഡ് കിട്ടിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഈ തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രവണതയാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ സാധ്യമല്ല.